ഞങ്ങളിപ്പം ഗവിക്ക് പോകാൻ വേണ്ടി ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൻ്റെ വാതിക്കലാണ് നിൽക്കുന്നത്. ഞങ്ങൾ വന്ന ബസ്സാണ് കിടക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി ആവുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ വനമാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങളൊന്നും ഇട്ടിരുന്ന ഒരു പ്രത്യേക ഇവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഗവിയിലേക്ക് ഉള്ള ദൂരങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വനശ്രീ കഫേ, ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ കോഫിയും ടീയും മാത്രമൊക്കെ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ അതിരാവിലെയാണ് വന്നത്, അതുകൊണ്ടാണോന്നും അറിയത്തില്ല. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. വനത്തിനകത്താണ് സംഭവം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ആദ്യത്തെ ചെക്ക് പോസ്റ്റാണിത്. ഇനി ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. കേട്ടോ, ആ ചെക്ക് പോസ്റ്റിൻ്റെ വാതിക്കലാണ് നമ്മുടെ ബസ്സാണ് കിടക്കുന്നത്. ഗവിയിലേക്ക് വരുമ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും ആഹാരമെല്ലാം കഴിച്ചിട്ടാണ് പോരാവുള്ളൂ. ആങ്ങമൂഴി വന്നു കഴിഞ്ഞാൽ 1-2 ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പം രാവിലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് എല്ലാവരും ആഹാരം കഴിച്ചു. ഇപ്പം നമ്മൾ ഗവിയിലേക്ക് കയറുന്ന വഴിയാണ്. ഗവിയിലേക്ക് 1 വേ കേട്ടോ. നമ്മൾ പത്തനംതിട്ട വന്നിട്ട് നമ്മൾ ആങ്ങമൂഴി വന്ന് അവിടുന്ന് നമുക്ക് ഗവിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് നമ്മൾ വള്ളക്കടവ്, നമ്മൾ കേക്ക റോഡിൽ ചെന്ന് ഇറങ്ങത്തുള്ളൂ. ഈ ഒരു സൈഡിലേക്ക് മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. കാരണം വഴിക്ക് വീതിയില്ല. അത് തന്നെ പ്രധാന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇതൊരു ഭയങ്കര വനമാണ് കേട്ടോ. ഇവിടെ ഈ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗൈഡും കയറിയിട്ടുണ്ട്, ശ്രീജിത്ത്. ഗൈഡില്ലാതെ അങ്ങോട്ട് വിടാൻ സാധ്യതയില്ല, കാരണം വനത്തിൽ കൂടിയാണല്ലോ പോകുന്നത്. പിന്നെ ഒരു ദിവസം 30 വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഈ കാട്ടിലേക്ക് പ്രവേശനമുള്ളൂ. നമ്മളിപ്പോൾ സ്വകാര്യ വാഹനത്തിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറി ഓൺലൈനിൽ നമ്മളെല്ലാം ബുക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെർമിഷൻ കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കഴിയുന്നതും അങ്ങനെ വരാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പം ആദ്യം കാണാൻ പോകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. അതിൻ്റെ പേര് അടവി എന്നാണ്. അത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് ഈ കല്ലാർ നദിയുടെ തീരത്താണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ ആദ്യമേ കാണാൻ പോകുന്നത്. ഇതൊരു ഭയങ്കര വനത്തിൻ്റെ അകമാണ് കേട്ടോ. ഇവിടെയുള്ള മരങ്ങളിലെല്ലാം ഇതുപോലെ ഊഞ്ഞാലുകളെല്ലാം ഇങ്ങനെ കെട്ടി ഇട്ടിട്ടുണ്ട്. ആടേണ്ടവർക്കൊക്കെ അതൊക്കെ കയറിയിരുന്ന് ആടാം. അങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിനോദം. നമ്മൾ ഈ കൊട്ടവഞ്ചിയിൽ നമ്മളെ ഈ കല്ലാറിൽ കൂടെ നമ്മളെ ഇങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോകും. ഒരാൾ കയറുന്ന കണ്ടോ, അദ്ദേഹമാണ് നമ്മളെ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോകുന്നത്. അവരുടെ യൂണിഫോമാണ് നീല. ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ കോർഡിനേറ്ററാണ്, ഏലിയാമ്മ ജോർജ്. ഇത് വനത്തിൻ്റെ നടുവിലാണ് കേട്ടോ ഈ നദിയുള്ളത്. ഈ നദിയിൽ സകല മൃഗങ്ങളും വെള്ളം കുടിക്കാൻ എപ്പോഴും കാണുമെന്നാണ് പറഞ്ഞത്. ആന, പുലി, ഇതെല്ലാം ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഈ സൈഡിൽ കൂടെ ഇല്ല. എല്ലാവരും ഈ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ കയറി പോവുകയാണ്. നല്ല ഒരു നമ്മളെ തുഴഞ്ഞ് ഇങ്ങോട്ട് കുറേ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ ഇട്ട് ഇതുപോലെ ഒന്ന് കറക്കും. അത് ശകലം പേടി വരുന്നൊരു സംഭവമാണ്, പ്രത്യേകിച്ച് നമുക്ക് നീന്തൽ അറിയാൻ വയ്യാത്തവർക്ക്. ഇതിലെ ഈ കൊട്ടവഞ്ചി കൂടെ ഈ വനത്തിൻ്റെ ഭംഗിയെ കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഭയങ്കര സുഖം തന്നെയാണ് കേട്ടോ. നോക്കി എങ്ങോട്ട് നോക്കിയാലും കൊടും വനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ എന്തൊക്കെയോ മൃഗങ്ങളുടെയൊക്കെ കൂവിച്ചയും പക്ഷികളുടെ ഭയങ്കര ബഹളമൊക്കെ നമുക്ക് കേൾക്കാം. നമ്മളെയും തുഴഞ്ഞ് അവിടെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കറക്കിയെടുത്തു. ഒരു വഞ്ചിയിൽ 4 പേരെയാണ് നമ്മൾ അതേ കയറ്റുന്നത്. പിന്നെ ഈ തുഴയുന്ന ആൾ നമ്മളെ തുഴഞ്ഞുണ്ടെങ്കിൽ പോകും. ഇതൊരു വലിയ ചൂരൽക്കൊട്ടയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടി മുഴുവൻ ഈ ടാറ് പോലെ ഇരിക്കുന്ന, നമ്മൾ ഈ റബ്ബർ മരത്തേലൊക്കെ ഈ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിക്കുന്നത്, ആ സംഭവം കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്, വെള്ളം കയറാത്ത രീതിയിൽ. എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു പടുത പോലെ ഇരിക്കുന്ന ഒരു സാധനം കൂടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അത് അപ്പുറത്ത് കിടപ്പുണ്ട്, ഞാൻ കാണിക്കാം. അത് അകത്തും ഒരു പടുത പോലെ വെച്ചിട്ടുണ്ട് നമുക്കിരിക്കാൻ. ഇത് കണ്ടോ, ഒരുപാട് വാർപ്പ് കമത്തി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന കണ്ടോ. ഇത് വാർപ്പല്ല, ഇത് എല്ലാം നമ്മുടെ വഞ്ചികളാണ്. കണ്ടോ, ഒരു വഞ്ചി എടുത്തിട്ട് കുട പോലെ വെച്ചിരിക്കുക. അതിൻ്റെ അടിയിൽ നമ്മളിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിറച്ച് ഇങ്ങനെ ഈ വഞ്ചികളിങ്ങനെ കമത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള സമയത്താണ് അവരിത് ഓരോന്ന് എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. ഒരു 10-30 എണ്ണം അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും വാർപ്പ് ഇങ്ങനെ കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണെന്ന്. കണ്ടോ, എല്ലാം ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ പഴയ വാർപ്പിൻ്റെ അടിയിൽ കരി പിടിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത്.
നമ്മൾ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ വാർപ്പല്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മേലോട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. നമ്മൾ വന്നത് നേരെ ഈ വഞ്ചിയിലോട്ട് കയറാൻ നിങ്ങൾ പോകുന്നത്. കണ്ടോ, അടവി ബൗൾ ബോട്ട് സെൻറ്റർ. ഇവിടെ ബോർഡും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ നല്ല ചെടികളും എല്ലാം വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. പിന്നെ വനവും കൂടിയാണല്ലോ, അതിൻ്റെ എല്ലാം കൂടി ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. നല്ല തണുപ്പാണ് ഇവിടെ. നല്ല ഇത് വഞ്ചിയിൽ കയറാൻ വേണ്ടി അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് നമ്മൾ എടുക്കണം. ഇത് ഇവിടെ ഒരു ചെറിയ കോഫി ഹൗസ് ഉണ്ട്, അതൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. അത് എന്നാലും അത്യാവശ്യത്തിന് ഇപ്പം നമ്മൾ കോഫിയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം സമയമൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ എല്ലാം ജീവനക്കാരെല്ലാം വന്ന് അങ്ങോട്ട് തുറക്കുന്നേ ഉള്ളൂ. ഇത് അവിടെ ഈ വന വിഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളുണ്ട്. എല്ലാം വനം വകുപ്പിൻ്റെ തന്നെയാണ്. അതിനകത്ത് ഇങ്ങനെ തേന്, കുന്തിരിക്കം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ജീവനക്കാരിയാണ്. അപ്പം നമുക്കത് പറഞ്ഞു തരുക എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരി ഇപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഒന്ന് തുറന്നിട്ടേ ഉള്ളൂ. ഇവിടെ കദളിച്ചെടിയും വേറെ എന്തൊക്കെ ചെടികളുണ്ട്, എല്ലാം നല്ല പൂത്തുലഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. നല്ല ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് മൊത്തത്തിൽ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണ്ടേ വഞ്ചിയിൽ കയറാൻ വേണ്ടി. 600 രൂപ 4 പേർക്ക്, ഒരാൾക്ക് 150 രൂപ വീതം. പിന്നെ ഇവിടെയൊന്നും ക്യാഷായിട്ട് എടുക്കത്തില്ല. അപ്പം നമ്മൾ ജിപേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കാർഡിട്ട് മാത്രമേ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെയെല്ലാം വരുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്താൽ എടുക്കത്തില്ല. ഇതുകൊണ്ട് ഞങ്ങൾ വന്ന ശേഷം വേറെ 2 ബസ്സും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന കോട്ടയം ഡിപ്പോയിൽ നിന്നാണ് വന്നത്. ഇതിപ്പോൾ ഒന്ന് ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്നും ഒന്ന് കൊല്ലം ഡിപ്പോയിൽ നിന്നും, അങ്ങനെ 3 ബസ് ഇവിടെ കിടപ്പുണ്ട്. എല്ലാം ഗവിയിലേക്ക് പോകുന്നതാണ്. കണ്ടോ, ഇത് എതിരെ വരുന്ന ഈ വണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയാണ്. അവർക്കവിടെ ഒരുപാട് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ തിരിച്ചു വരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി, അതൊക്കെ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ടും പ്രവേശനം, അങ്ങോട്ടും ഇങ്ങോട്ടും പോരത്തുള്ളൂ. ഇതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓരോ ഓഫീസുകളാണ്. ഇതിനോട് ചേർന്ന ഡാമാണ്. നമ്മുടെ വണ്ടി ഇപ്പം അപ്പുറത്ത് മാറ്റി നിർത്തും ഡാം കാണാൻ വേണ്ടി. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഡാമും ഡാമിൻ്റെ പരിസരങ്ങളും ഒക്കെയാണ്. എല്ലാ സ്ഥലങ്ങളിലും വണ്ടിക്ക് നിർത്താൻ പറ്റത്തില്ല. നമ്മളോട് ഗൈഡ് പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ വാഹനത്തിനവിടെ നിർത്തി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ മിക്കവാറും നമ്മൾ വണ്ടി അവിടെ നിർത്തും, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അവിടെ നിന്നുകൊണ്ട് കാണുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. ഇതിന് ഈ ഡാമിലെല്ലാം മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. അത് ഈ അവിടുത്തെ ഈ ആദിവാസികളാണ് അതെല്ലാം ചെയ്യുന്നത്. നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഇവിടെയെല്ലാം ഈ കാട്ടുമൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. വനത്തിലൊക്കെ നോക്കി എന്തെല്ലാം കളറുള്ള ഇലകളാണ്. ഇത് കണ്ടോ, നമ്മുടെ കള്ളിമുള്ളില്ലേ, കള്ളിമുള്ളിൻ്റെ മരമാണ്. ഈ ഭാഗം മുഴുവൻ കള്ളിമുള്ളിൻ്റെ മരമാണ്. വലിയ മരം, നമ്മളിതുവരെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. കള്ളിമുള്ളിൻ്റെ മരങ്ങൾ ഇവിടെ മുഴുവൻ നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കറുവായ ഇതുണ്ടോ, മരത്തിൻ്റെയൊക്കെ ഇലയുടെ കളറ് കണ്ടോ, പല കളറിലുള്ള ഇലകളാണ് അവിടെ നിൽക്കുന്ന ചെടികൾക്ക്. ഈ ചെടിയല്ല, വലിയ മരങ്ങൾക്ക്. നമ്മൾ വനത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം കാണാൻ. കണ്ടോ, കണ്ടിങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ച. ഇത് മുഴുവൻ കറുവയാണ്. ഈ കറുവായ മുഴുവൻ കുരങ്ങന്മാരാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കാറ്റാടിക്കുന്നെന്നാണ്. നല്ല കാറ്റ് ഒക്കെ വരുന്ന സമയത്ത് മരത്തിൻ്റെ ചില്ലയൊക്കെ ഒടിയുമല്ലോ, ആ സമയത്ത് ഈ കാട്ടിലുള്ള ആനകളെല്ലാം ഈ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. കാരണം ഇവിടെ മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ആനയ്ക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ആ കാറ്റുള്ള സമയത്ത് ഇവിടെ വന്ന് നിൽക്കും. പിന്നെ ചിലപ്പം മഴക്കാലത്ത് 1-2 ദിവസം കഴിഞ്ഞാലേ ഉള്ളൂ ഈ ആനയെല്ലാം തിരിച്ചു പോകത്തുള്ളൂ. അത്ര സുരക്ഷിതമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം ഇത്, കാറ്റാടിക്കുന്ന. ഇത് കണ്ടോ, ഇത് പെൻസ്റ്റോക്കാണ് ഈ കാണുന്നത് മുഴുവനും. ഈ അണക്കെട്ടിലെ വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഈ ജനറേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഈ പൈപ്പിൽ കൂടിയാണ് വെള്ളം കൊണ്ടുപോകുന്നത്.
അതിനായി പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് ഇതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെറുതാണെന്ന് ഓർക്കും. അത് നല്ല വലിപ്പമാണത്. നമുക്കതിൽ കൂടെ നടന്നു പോകാം, അത്രയും വലിപ്പമുള്ള സാധനം അത്. ഇത് കക്കി ഡാമിൽ നിന്ന് മൂഴിയാറിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണ് ഇത്, ഈ പൈപ്പിൽ കൂടെ. ഉണ്ടോ 3 എണ്ണം, നല്ല എന്നാ വലിപ്പമാണെന്ന് നോക്കിയതിന്. നമുക്കിങ്ങനെ കാണാം, മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന നമുക്ക് കാണാം. നല്ലൊരു കാഴ്ചയത്. ഡാമിലേക്ക് എന്തോ പണിക്ക് വേണ്ടിയാ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് വരുന്ന ലോറിയാണത്. ആ ലോറിക്കാർ പറഞ്ഞു ഇതിപ്പം നമ്മൾ കക്കി ഡാമിൻ്റെ മുകളിലാണ്, ഈ ഡാമിൻ്റെ അങ്ങപ്പുറത്ത് 2 ആന നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കും. അവർ പറഞ്ഞ പോലെ തന്നെ ആന ഇവിടെ നിൽപ്പുണ്ടായിരുന്നു 2 എണ്ണം കുന്നിൻ്റെ മുകളിൽ. നമുക്കതിൻ്റെ ഫോട്ടോ എടുത്താൽ കിട്ടത്തില്ല, കുറേ മാറിയാണ് നിൽക്കുന്നത്. എന്നാലും 2 എണ്ണം അവിടെ നിന്നുകൊണ്ട് പുല്ല് തിന്നുന്നുണ്ട്. നമ്മുടെ ഗൈഡിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അദ്ദേഹം ഡോറിൻ്റെ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കും. പക്ഷേ ഈ വനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ അനക്കം, ഒരു ചലനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അന്നേരം മനസ്സിലാകും. വണ്ടി അവിടെ നിർത്തിക്കും, അവിടെ ഏതെങ്കിലും ഒരു മൃഗം കാണും, നമ്മളെല്ലാം അതിനെ കാണിച്ചു തരും. പക്ഷെ അത് എങ്ങനെയാണ് ശ്രീജിത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള സമയമായി, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഒരു KSEBിയുടെ ക്യാൻറ്റീനുണ്ട്, അവിടെയാണ് ഊണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്യാൻറ്റീൻ KSEBിയുടെ. ആരെങ്കിലും കാറിലോ വല്ലതും ഗവിക്ക് വരുന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ആഹാരമൊക്കെ വേണമെങ്കിൽ ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നമുക്ക് കിട്ടാൻ ശകലം ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹം നമ്മുടെ സാരഥി അജു ഈശോ, നമ്മുടെ ഒരു സുഹൃത്താണ്. ഇപ്പം നമ്മൾ ഊണ് കഴിക്കാൻ ഈ നിർത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കൊച്ചുപമ്പ. ഇനി ഇവിടുന്ന് ഗവിയിലേക്ക് 10 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഊണ് കഴിച്ചിട്ട് ഉള്ള നമ്മുടെ ഗവിയിലേക്ക് പോകുന്ന ഭാഗം നമുക്ക് അടുത്ത ഒരു വീഡിയോയിലായിട്ട് കാണാം.